പഠിച്ചത്, ഒരു മലയാളി അങ്ങനെയായിരിക്കും പഠിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ദിവസം ഏതാണെന്ന് എന്നോട് ഇപ്പൊ ചോദിച്ചാൽ 10 കൊല്ലം മുന്നേ എന്റെ വിശ്വാസം ചൊവ്വാഴ്ച ബാർബർ ഷോപ്പ് പോലും ഓഫാണ്, അല്ലേ? അങ്ങനെ ഞാനൊക്കെ വളർന്നത്. ഇന്ന് എന്നോട് വന്ന് ചോദിക്കുകയാണ്, എടാ മോനെ ഏതാണ് നല്ല ദിവസം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു സൺഡേയും അല്ല, സാറ്റർഡേയും അല്ല, മൺഡേയും അല്ല, ട്യൂസ്ഡേ ആണ് ഈ ലോകം കണ്ട ഏറ്റവും നല്ലതാണ്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലായാൽ ഞാൻ പറയാം, 2,50,000 രൂപ അക്കൗണ്ടിൽ 5 മണിക്ക് ക്രെഡിറ്റ് ചെയ്യുന്ന ദിവസമാണ്. ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പൈസ വേറെ വരും. 3, 4 ഒക്കെ ബിൽഡ് ചെയ്യുന്ന ആളുകളാണെന്നെങ്കിൽ പൈസ വന്ന് കണ്ടു കുത്തും. ഇതാണ് സംഭവം. അപ്പൊ കോമ്പൻസേഷൻ പ്ലാൻ എന്ന് പറയുന്നത് മനോഹരമാണ്. ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ മാത്രം നിങ്ങൾ നോക്കി ഇതിലൂടെ സമ്പാദിച്ചതാണ്. 3 ടയറും പെർഫെക്റ്റ് ആണ്. 4ാമത്തെ ടയറും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. 4ാമത്തതാണ് ഈ ഓർഗനൈസേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യണം എന്നുള്ളത്, എങ്ങനെ ഈ ടീമിനെ ബിൽഡ് ചെയ്യണം. ഇത് 4 പെർഫെക്റ്റ് ആണ്. ഈ കേരളത്തിൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ആളുകൾ ഈ ബിസിനസ്സിൽ നിന്നും ഔട്ട് ആവാനും നിർത്താനുള്ള കാരണം പ്രോഡക്റ്റ് നന്നായാൽ കമ്പനി നന്നാവില്ല, കമ്പനി നന്നായാൽ കോമ്പൻസേഷൻ നന്നാവില്ല, കോമ്പൻസേഷൻ നന്നായാൽ ടീം നന്നാവില്ല. ഈ 4ഉം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി ശരിക്കും ഓടൂ. എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും 4ാമത്തെ വിങ് എന്ന് പറയുന്നത് ടീം സുജിത് ഖാനാണ്. നിങ്ങൾ അന്വേഷിക്കുന്നത്, നമ്മുടെ പ്രൊഫൈൽ അന്വേഷിക്കുന്നത്. ആദ്യമായി വന്ന ആളുകൾ സുജിത് ഖാൻ ഒഫീഷ്യൽ, നിങ്ങൾ എന്റെ ഫേസ്ബുക്കിൽ കയറണം. കഴിഞ്ഞ 13 കൊല്ലത്തെ അപ്ഡേറ്റ്സ് കാണണം. ഇല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ കയറണം, SUJIDKHAN. ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കയറണം, ഇല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ കയറണം, ഇല്ലെങ്കിൽ എക്സിൽ കയറണം. ഇതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തതല്ലെങ്കിൽ പോകുന്നതാണെങ്കിൽ നിങ്ങൾ പെർപ്ലക്സിറ്റി എടുത്തിട്ട് നോക്കണം, ഹൂ ഈസ് സുജിത് ഖാൻ. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ദ ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ ഇൻ ഇൻഡസ് വിവ ആൻഡ് BSc. എനിക്ക് അതിനേക്കാൾ അഭിമാനത്തോട് കൂടി പറയാൻ പറ്റും 44 മനുഷ്യന്മാരെ 1 കോടി മുതൽ 10 കോടി വരെ ഇൻകം ഉണ്ടാക്കാൻ ഈ ഓർഗനൈസേഷൻ സാധിക്കും. 3500 ആളുകളെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. ഇവിടെ വലിയ സ്വപ്നങ്ങളുള്ള പല ചെറുപ്പക്കാരെ ഈ സ്റ്റേജിലേക്ക് കണ്ടു. ഇവരെല്ലാം കാറും ബഹളങ്ങളും. ഒന്ന് ആലോചിക്കൂ, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന എത്ര പേരുണ്ടെന്ന് അറിയുന്ന ആളെ. ഈ ബിസിനസ്സിൽ ഒരിക്കൽ പോലും പാസ്പോർട്ട് എടുക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ ആള് നിർബന്ധിച്ച് പാസ്പോർട്ട് എടുക്കേണ്ടി വന്നു. അവർ നാളെ ഫ്ലൈ ചെയ്യുന്നു. ഈ ഓർഗനൈസേഷന്റെ പ്രൊഫൈലാണ് 13 വർഷം. പല സംസ്ഥാനങ്ങളും നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെയാണോ, അല്ലെ? തമിഴ്നാട്ടിൽ 12,000 പേരെ പ്രോഗ്രാം ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാനും എന്റെ ഓർഗനൈസേഷൻ. ഇത് ഈ 300 പേരല്ലേ ഉള്ളൂ, 12,000 people. ഈ ഓർഗനൈസേഷന്റെ ഒരു പ്രൊഫൈൽ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ 15,000 പേരെ വെച്ചിട്ട് ഈ ഓർഗനൈസേഷൻ പ്രോഗ്രാം ചെയ്തു. മണിപ്പൂരിൽ 6,000 പേരെ വെച്ച് ഈ ഓർഗനൈസേഷൻ ചെയ്തു. That's why I'm telling you, I know how to do what to do. കാരണം കഴിഞ്ഞ 25 വർഷമായിട്ട് ഇതാണ് കുലത്തൊഴിൽ. അതുകൊണ്ട് ഈ ഓർഗനൈസേഷനിലേക്ക് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണ്ട എന്ന് പഠിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടുവന്ന ആളുകളുണ്ടാവും, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും, ലീഡേഴ്സ് ഉണ്ടാവും. എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. ഒരു തീരുമാനം എടുക്കുക, പോവുക. That's all. വലിയൊരു തീരുമാനം. ഇത്രയും നേരം നിങ്ങൾ മെനക്കെട്ട് ഇവിടെ ജീവിതത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തു. ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒത്തിരി പേരുണ്ട്. ഇവരെല്ലാം വലിയ പ്രതീക്ഷയിൽ വളരുന്ന പിള്ളേരാണ്. എന്ത് പ്രതീക്ഷ ലൈഫിലുള്ളത്? ഒന്നില്ലേ ജോലി ചെയ്യാൻ വിദേശത്ത് പോകണം, അതല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കയറി ഒരു 30,000 കോംപ്രമൈസ് ചെയ്യണം. യങ്സ്റ്റേഴ്സ് ഫാമിലി ആയിട്ടുള്ള ഒത്തിരി പേര് ഇവിടെ ഉണ്ട്. വീട്ടിൽ ഇരുന്നു കൊണ്ട് മാസം ഒരു 10,000 ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു ബിസിനസ്. ഒരുപാട് ബിസിനസ്സുകാർ ഇവിടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്, ഏജ്ഡ് ആയ ആളുകൾ. ഇവരെല്ലാം ലൈഫിൽ പാതി എന്തൊക്കെയോ ചെയ്തതാണ്. ഇനി നിങ്ങൾ ഇതിലേക്കൊന്ന് വരൂ, എന്നിട്ട് എന്താണ് ലിവറേജിങ് എന്നുള്ളത് പഠിക്കൂ. ഞാൻ ഈ ഹാളിലേക്ക് വരുന്നത് 12 മണിക്കായിട്ട്, അവരെ 10:30 മണിയായപ്പോഴേക്കും ഈ ഹാള് നിറഞ്ഞു. ഇതാണ് ലിവറേജിങ് എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു 250 പേരുടെ ടീം ഉണ്ടെങ്കിൽ വീക്കിലി 2,50,000 കിട്ടും. ഇതിനാണ് പറയുന്നത് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഇതാണ് ഒരിക്കൽ ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ടൈം കിട്ടുമെന്ന് പറയുന്ന പരിപാടി. ഇതാണ് ദാസേട്ടനൊക്കെ പാടിയ പാട്ടിന് ഇപ്പോഴും വരുമാനം കിട്ടുന്ന പോലെ തന്നെയാണ് സുജിത് ഖാൻ 13 വർഷങ്ങൾക്ക് മുന്നേ അവസരം കൊടുത്തതാണ് മിസ്റ്റർ ഓം പ്രകാശ്. ഇന്ന് എല്ലാ ആഴ്ചയിലും അതിന്റെ റവന്യൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ലൈഫ് ടൈം കിട്ടുകയാണ്. സപ്പോസ് എന്തെങ്കിലും സംഭവിച്ചാൽ ഫാമിലിക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. ഇത്രയും സ്റ്റെബിലിറ്റി ഉള്ള വേറെ എന്ത് ബിസിനസ് ഉണ്ട്? ഇവിടെ ആദ്യമായി വന്ന ആളുകൾ, എനിക്കറിയില്ല കേരളത്തിൽ ഏറ്റവും നല്ല തസ്തികയിൽ വരുമാനം മേടിക്കുന്ന ആളാരെന്ന് എനിക്കറിയില്ല. നമ്മൾ ഗവൺമെന്റ് ജോബിലാണ് ഞാൻ